ഗുഡ് മോർണിംഗ്. നാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് പൃഥ്വി ചൗക്കാണ്. നേപ്പാളിലെ ഏരിയയാണ്. ഇവിടുന്ന് പ്രൈവറ്റ് ബസ്സുകളും ടാക്സികളും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഒരു മെയിൻ ചൗക്കാണ്. ഇവിടുന്നാണ് നമ്മളെ ബേഷി ഷഹറിലേക്കാണ് പോകുന്നത്. ഈ വണ്ടി ബേഷി ഷഹർ എത്തില്ല. ബേഷി ഷഹർ എത്തിന് മുന്നേ കാനൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് നമ്മൾ ഇറങ്ങിയിട്ട് അവിടെ നമ്മൾ മാറിക്കയറണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ബേഷി ഷഹറാണ്. ഇപ്പം നമ്മളിവിടെ ഒരു ഇങ്ങനത്തെ ഒരു ടൈപ്പ് വണ്ടിയിലാണ് വിചാരിക്കുന്നത്. രാവിലെ 6:30 വന്നാലും ബസ്സുണ്ട്, ഡയറക്റ്റ് ബസ്സുണ്ട്. പിന്നെ 11:00 ഡയറക്റ്റ് ബസ്സുണ്ട്. പിന്നെ ഉച്ചക്ക് 2:15 ഉണ്ട് ഡയറക്റ്റ് ബസ്. ഇനി ബാക്കി വിശേഷങ്ങൾ പോകുന്നതായിട്ടുള്ള വിശേഷങ്ങൾ കാണാം. അപ്പം ധൂമരയിലേക്ക് ഇനി 1 hour കൂടെ ഉണ്ട്. 1 hour കൂടെ നമുക്ക് യാത്ര ഉണ്ട്. അപ്പോൾ റെസ്റ്റിന് കയറിയതാണ് ഒരു ഹോട്ടലിൽ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ ഇപ്പം ഞാനിത് ഇവിടെ ഒരു വെജ് പൊക്കോട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ കാണുന്നത് സമൂസാണ്. ഇത് ദാൽ കറിയാണ്. അത് കടല, എഗ്, ഇതൊരു നൂഡിൽസ് പോലത്തെ സാധനമാണ്. ഇത് പാസ്തയാണ്. ഇത് ചൗമീൻ, പൊട്ടാറ്റോ, മോമോസാണ്. ഈ കാണുന്ന ഫ്രൈഡ് മോമോസാണ്. ഈ കാണുന്ന വണ്ടിയിലാണ് നമ്മൾ വന്നത്. പിന്നെ ഒരു 1 hour ജേണിയും കൂടെ ഉണ്ട്. ഇതാണ് നമ്മളെ നാം ക്യാ നാം? മനോജ് വണ്ടിയിലുള്ള ആളാണ്. യൂട്യൂബ് സബ്സ്ക്രൈബ് 500. ആ ബാഗൊക്കെ മേലുണ്ട്. അപ്പോൾ നമ്മൾ ധൂമരയിലെത്തി. ധൂമരയിൽ ഒരു 4 മണിക്കൂർ കൊണ്ടാണ് ധൂമര എത്തിയത്. ധൂമരയിൽ നിന്ന് നമ്മൾ ഇതൊരു 100 മീറ്റർ നടന്നപ്പം ബേഷി ഷഹറിലേക്കുള്ള ബസ് കിട്ടി. ഈ പോകുന്ന ബസ് ബേഷി ഷഹറിലേക്ക് പോകുന്ന ബസ്സാണ്. നമ്മളെ ബസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ഥലത്ത് നിർത്തിയ എന്നിട്ട് ബസ് ഓഫായി. നോക്കുമ്പോൾ ഉണ്ട് ഈ സാധനങ്ങളൊക്കെ ഈ ബസ്സിൽ നിന്നാണ് ഇറക്കിയത്. ഒരു കല്യാണ വീട്ടിലേക്കുള്ള സാധനം മൊത്തം ഈ ബസ്സിൽ നിന്നാണ് ഇറക്കണത്. ഓക്കെ, അറിവ് വെച്ചിട്ട് ഇതായിരിക്കും കല്യാണ വീട്. ഇതായിരിക്കും ഈ സാധനമൊക്കെ ഈ ഒരു ബസ്സിൽ വേണ്ടതാണ്. കല്യാണ ചെക്കന് ഇരിക്കാനുള്ള ചെയറാണ്. അത് അടുത്ത ചെയർ. ഗൈസ്, അങ്ങനെ ബേഷി ഷഹർ എത്തിയിരിക്കുകയാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ബേഷി ഷഹർ. ഇപ്പോൾ സമയം 2 മണി ആവാനായിട്ടുണ്ട്. അവിടെ ഇതാണ് നമുക്കുള്ള വണ്ടി. നമുക്ക് പോകേണ്ട വണ്ടി ഇതാണ്. നമുക്ക് ബേഷി ഷഹറിൽ നിന്ന് മനാങ് വരെ വണ്ടി അവൈലബിൾ ആണ് കേട്ടോ. നമ്മുടെ ബാഗ് ഇതിനുള്ളിൽ എടുത്തിട്ടിട്ടുണ്ട്. ഇനി ആൾക്കാർ വരാനുണ്ട് എന്നാണ് പറയുന്നത്. ബാഗ് ഇതിനുള്ളിലുണ്ട്. ആണ് നമ്മുടെ വണ്ടി. ഈ വണ്ടിയിലാണ് നമ്മൾ പോവുക. ലഗേജൊക്കെ ബാക്കിലിരിക്കും.
മനാങ്. അപ്പോൾ മനാങ് വരെ നമ്മൾ ഈ വണ്ടിയിലായിരിക്കും പോവാം. അപ്പോൾ നമ്മളിപ്പം ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ടാണ് ഇനി പോകുന്നത്. ദാൽ ബാത്താണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മളെ മെയിൻ കോഴ്സായ ദാൽ ബാത്ത് വന്നിട്ടുണ്ട്. റൈസ് ദാൽ ബാത്ത് എപ്പോഴും കാണിക്കുന്ന പോലെ തന്നെ ദാൽ ബാത്താണ്. അപ്പം നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇത് ഈ സ്ഥലം എന്ന് പറയുന്നത് ബേസിഷാർ എന്നാണ്. ബേസിഷാർ വരെ നമ്മൾ ബസ്സിന് വന്നു. ബേസിഷാറിനും നമ്മളിപ്പോൾ ടാക്സി എടുത്തിട്ട് ഷാമെ പിന്നെ പിസാങ് വരെ നമുക്ക് വണ്ടി ഇട്ടിട്ടു. അപ്പോൾ ഷാമെ വരാണെങ്കിൽ 3000 ആണ് പറഞ്ഞത്. പിസാങ് ആണെങ്കിൽ 4000 ആണ് പറഞ്ഞത്. ഈ വണ്ടിയിലാണ് പോകുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് 4x4 ഇങ്ങനത്തെ വണ്ടിയായിരിക്കും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ബസ്സോ കാര്യങ്ങളൊന്നും ഇങ്ങനത്തെ ജീപ്പ് 4x4 വണ്ടികൾ മാത്രമേ ഇവിടുന്ന് അങ്ങോട്ട് പോകുള്ളൂ. അപ്പോൾ കുറേ പേര് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വണ്ടിയിലുള്ള ആൾക്കാരുകളൊക്കെ പരിചയപ്പെടാം. आपका नाम? मेरा नाम कमल विष्ट। मेरा घर दिल्ली है। कमल विद्या विद्या में नहीं नेपाल में। नेपाल में सुदूर पश्चिम बोलो तो सुदूर पश्चिम असम। अच्छा नेपाल नेपाल या आपका नाम? विष्णु। नाम मेरा दिल्ली पटियाला रोड। झूठ बोलता है साला। नाम क्या? ഡ്രൈവറെ വെച്ചോട്ടോ. ഡ്രൈവറെ കാണാം. ബ്രദർ യുവർ നെയിം? യുവർ നെയിം? उनीस। आप कहाँ से? मैं ऐसे हूँ। ബേസിഷാറിലുള്ള ആളാട്ടാ. ഡ്രൈവർ കൊടുത്തുകാരനാണ്. ഇവിടെ വണ്ടിയിൽ കുറെ വാളകളൊക്കെ നോക്കിയിട്ട് കാണാം. അങ്ങനെ നമ്മളിത് 1 മണിക്കൂർ നിർത്താതുള്ള യാത്രയായിരുന്നു വണ്ടിയിൽ. ഇതായിരുന്നു നമ്മൾ വന്ന വണ്ടി. നല്ല സ്പീഡിലായിരുന്നു കേട്ടോ. ഡ്രൈവറിൻ്റെ ചെക്കനാണ്, ചെറിയ ചെക്കനാണ്. നല്ല സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്ന വണ്ടിയാണ്. ഇത് ഇപ്പം ഒരു റൈഡൊക്കെ കഴിഞ്ഞു വണ്ടിയിൽ കയറ്റി വിട്ടതാണ്. എന്ത് ഭംഗിയാണ് ഈ സ്ഥലം കാണാൻ. ഇതാണ് അബി. नाश्ता इधर से हम नहीं रुकेंगे, सीधा नाश्ता नहीं खाएगा। नाश्ता हाँ नाश्ता खाएगा। चाउमीन खाएगा कि समोसा खाएगा? चाउमीन तो आई सब ना खाइबो। ഹായ് ബ്രദർ. അപ്പോൾ ദേ നമ്മള് ഇവിടെ നമുക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു വാട്ടർഫാൾസ് ഉണ്ട്. ഈ കാണുന്ന വാട്ടർഫാൾസ് ആണ്. അടിപൊളി വാട്ടർഫാൾസ് ആണ്. ഇതിന്റെ ഇത് ഒരു നദി ഇവിടുന്ന് പോകുന്നുണ്ട്. ഒരു നദി ഇതിലേ പോകുന്നുണ്ട്. അപ്പോൾ അതേ നമ്മൾ ആദ്യമായിട്ട് സ്നോ മൗണ്ടെയിൻ കണ്ടിരിക്കുകയാണ്. സ്നോ നമുക്ക് ഇവിടുന്ന് കാണാം.
അപ്പം നമ്മൾ മനാങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മനാങ്ങിലേക്ക് പോകുന്ന വഴിക്ക് ഒരു കഫേയിൽ നിർത്തിയതാണ്, ഒരു റെസ്റ്റോറൻറ്റിൽ നിർത്തിയതാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ വാട്ടർഫാൾസ് ഉണ്ട്. ഈ കാണുന്നത് വാട്ടർഫാൾസ് ആണ്. ഈ വഴിക്ക് ഒരുപാട് റൈഡേഴ്സുകളൊക്കെ പോകുന്ന വഴിയാണ്. ബൈക്കിൽ നമുക്ക് വരാം കേട്ടോ, ബൈക്കിൽ നമുക്ക് ഈ വഴിക്ക് വരാം. പിന്നെ നമുക്ക് ഈ വാട്ടർഫാൾസ് നല്ല ഭംഗിയുണ്ട്. വരുന്ന വഴിക്ക് നമുക്ക് ട്രക്ക് ചെയ്ത് വരുന്നവർക്കൊക്കെ ഒരുപാട് വാട്ടർഫാൾസ് കാണാൻ സാധിക്കും. വരുന്ന വഴിക്ക് നമ്മൾ ഒരുപാട് നല്ല 1-2 വാട്ടർഫാൾസ് കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ 3ാമതൊരു വാട്ടർഫാളാണ്. ഈ വാട്ടർഫാൾസ് മേലേന്ന് വരുന്ന വാട്ടർഫാൾസാണ്. സാധാരണ വരുന്ന വഴിക്ക് കണ്ട വാട്ടർഫാൾസ് ഈ സൈഡിലായിരുന്നു. അപ്പം നമ്മളിപ്പം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മനാങ്ങിലേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. മനാങ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. നേപ്പാളിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. അപ്പോൾ ഇനിയുള്ള വീഡിയോസൊന്നും ആരും മിസ് ചെയ്യണ്ട. എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്നിപ്പം ഇവിടുന്നാണ് ഇപ്പം നാസ്ത ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ ചാമയും കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല എന്ന് പറഞ്ഞാൽ, കാരണം നമ്മൾ വണ്ടി റൈഡിലായിരിക്കും. ഇനി ഇരുടാവും, ലൈറ്റ് ഉണ്ടാവില്ല. അടിപൊളി. നമ്മളിപ്പോൾ ചാമയിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഡ്രൈവർ കുറച്ച് സ്പീഡായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ചാമയിലെത്തി. 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പം 7 മണി 8 മണി ആവാനായിട്ടുണ്ട്. ഏകദേശം 4 hours കൊണ്ട് നമ്മൾ ചാമ എത്തിയിട്ടുണ്ട്. ഇനി ചാമയിൽ നിന്ന് ഒരു 30 minutes കൊണ്ട് തന്നെ നമ്മൾ കിസാങ് എത്തുമെന്നാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ ഡ്രൈവർ ഒരാളെ ഡ്രോപ്പ് ചെയ്യാൻ പോയതാണ്. അപ്പോൾ നമ്മളിപ്പം ചാമയിലാണ്. ഇവിടെ ഒരു ചായ കുടിക്കാൻ ഒരു ടീ ഷോപ്പിൽ കയറിയതാണ്. ഓക്കെ, നമ്മളെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട്. ഗൈസ്, അപ്പം നമ്മൾ ചാമയെ എത്തിയത് വരെ ആണ് കാണിച്ചു തന്നിരുന്നത്. ഇപ്പം ചാമയല്ല, ബേഷി ഷഹറിന്നായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ടാക്സി കയറിയത്. അവിടുന്ന് ബേഷി ഷഹറിന്ന് മനാങ് വരെ നമ്മൾ ഈ 4x4 വന്നു. എനിക്ക് 5,000 ആയി. നേപ്പാളി റുപ്പീസ് 5,000 ആയിട്ടുണ്ട്. പക്ഷെ വർത്തിട്ടായിരുന്നു. അടിപൊളിയാണ്. ഏർലി മോർണിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഒരുപാട് കാഴ്ചകൾ കാണാം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്നിരിക്കേണ്ട ഒരു സ്പോട്ടാണ്. അത്രക്കും മനോഹരമാണ്, കാണാൻ അത്രക്കും ബ്യൂട്ടിഫുള്ളാണ് മനാങ്. മനാങ് ശരിക്കും കണ്ടിട്ടില്ല. വരുന്ന വഴിക്ക് നമുക്കൊരു ഡേ ടൈം ഒരു 4 hours കിട്ടിയുള്ളൂ. ആ 4 hours ഭയങ്കര ഭംഗിയായിരുന്നു. അത്രക്കും നേച്ചർ, അത്രക്കും ബ്യൂട്ടിയാണ് ഈ നമ്മുടെ അന്നപൂർണ റീജിയൻ കാണാൻ, ഈ മനാങ്ങിലേക്ക് വരുന്ന വഴി കാണാൻ. അതുമാത്രമല്ല
ഇപ്പം സമയം 10 മണി ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പം -2 ഡിഗ്രിയാണ്. ഞാൻ വെതർ കണ്ടീഷൻ്റെ ഇതിവിടെ കൊടുക്കുന്നുണ്ട്. -2 ഡിഗ്രിയാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ ഇപ്പം മനാങ് എത്തിയിട്ടുണ്ട്. ശരിക്കത്തെ മനാങ്ങിലെ കാഴ്ചകൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും കൊണ്ടുവരാം. അപ്പം നെക്സ്റ്റ് വീഡിയോ ആരും മിസ് ചെയ്യരുത്, തീർച്ചയായും കാണാം. അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിരിക്കും, ആരും മിസ് ചെയ്യരുത് മനാങ്ങത്തെ കാഴ്ചകൾ. സോ അപ്പം ഇന്നിപ്പം ഇവിടെയാണ് നമ്മൾ മനാങ്ങിൽ സ്റ്റേ ചെയ്യുന്നത്. ഇതൊരു ഡോർമെട്രി ആണ്. ഓക്കെ. ഫ്രീസിങ് ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഗുഡ് നൈറ്റ്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ, ഗുഡ് നൈറ്റ്.